മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. അനുഗ്രഹദായകമായ നേഴ്സസ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സുഷ ബിജു. എൻ്റെ വീട് കണ്ണൂർ ഇരിട്ടി. ഞാൻ സെൻറ് തോമസ് ഫൊറോന ചർച്ച് കുന്നോത്ത് ഇടവക അംഗമാണ്. ഹസ്ബൻഡും 2 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അവരിപ്പോൾ നാട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് കുവൈറ്റ് MOH ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ഇഷ മേരി ജീസ്മോൻ. എൻ്റെ വീട് എറണാകുളം പൂവത്തുശ്ശേരി എന്ന സ്ഥലത്താണ്. ഞാൻ സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിത പങ്കാളിയും 2 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അവരിപ്പോൾ നാട്ടിലാണ്. ഞാൻ കുവൈറ്റിൽ 15 വർഷമായിട്ട് MOH ജോലി ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇഷ, നമ്മുടെ പഴയ കാരണന്മാരുടെയൊക്കെ വിശ്വാസമൊക്കെ എത്ര വലുതായിരുന്നല്ലേ. നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ് തോന്നുന്നത് അല്ലേ. വിശ്വാസത്തിൽ പിടിച്ചു നിർത്തി അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രമാത്രം ഈശോയോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ പപ്പയുടെ അമ്മയായിട്ടാണ് ഒത്തിരി കൂട്ട്. അങ്ങനെ പപ്പയുടെ അമ്മയുടെ കൂടെയാണ് ഞാൻ കിടക്കുന്നത്. രാവിലെ എപ്പോഴും ഞാൻ അൾത്താര കണ്ടുകൊണ്ടാണ് എണീക്കുന്നത്. അതെന്താ അങ്ങനെ? ചേച്ചി, അമ്മൂമ്മ പള്ളിയിൽ പോകുന്ന ദിവസങ്ങളിലെല്ലാം, എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഈ ദിവസങ്ങളെല്ലാം എന്നെയും എടുത്തിട്ടാണ് പള്ളിയിൽ പോകുന്നത്. അങ്ങനെ കണ്ണ് തുറക്കുന്നത് പള്ളിയും കുർബാനയും അൾത്താരും കണ്ടിട്ടാണ്. അതെനിക്കൊരു ചെറുപ്പം മുതൽ അങ്ങനെയായിരുന്നു. അത് വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ എൻ്റെ പപ്പയാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ച കുർബാന മുടങ്ങാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. എൻ്റെ അമ്മയാണെങ്കിൽ ഈശോയും പരിശുദ്ധ അമ്മേനും പറ്റിപ്പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കണ്ടേക്കണത്. ഞാൻ മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏറെ രാത്രികളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാമൊക്കെയാണ് എൻ്റെ ഓർമ്മകളിൽ ഇങ്ങനെ ഈശോയായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് എന്നെ സഹായിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ റോൾ മോഡലാണ്. അമ്മച്ചി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാണ്. അതുതന്നെയല്ല, ഞങ്ങളുടെ ഇടവക പള്ളി പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ളതാണ്. അപ്പോൾ അമ്മച്ചിക്ക് പരിശുദ്ധ അമ്മയോട് ചേർത്ത് എല്ലാ മക്കളെയും വളർത്തുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു. ശരിക്കും അമ്മച്ചി ഞങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് നിർത്തി തന്നെയാണ് വളർത്തിയത്. അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ നൊവേന കാണും. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് പോകണമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ജപമാല ചൊല്ലണമായിരുന്നു. പിന്നെ ഞങ്ങളുടെ പള്ളിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞൊരു വലിയൊരു മാതാവിൻ്റെ ഗ്രോട്ടായിരുന്നു. ആ മാതാവാണ് ഒരു കയ്യിലൊരു പ്രാവിനെയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, നല്ല മനോഹരമായൊരു ഗ്രോട്ടോ. അപ്പോൾ അതിൻ്റെ ആ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് ഏറെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാനായിട്ട് പുറത്തൊക്കെ പോയി പഠിക്കുമ്പോഴും ജോലിക്കായിട്ടൊക്കെ പോകുമ്പോഴും അമ്മച്ചി കൊന്ത നമ്മുടെ കയ്യിൽ തന്നിട്ട് പറയുമായിരുന്നു, മോനെ ഈശോ നിന്നെ പരിശുദ്ധ അമ്മ നിന്നെ കാത്തോളൂ, അമ്മയുടെ കൈ പിടിച്ച് നടക്കണം, അമ്മയുടെ കൈ വിടരുത്, ഈ കൊന്ത നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് കൊന്ത ചൊല്ലാനും ചൊല്ലി പ്രാർത്ഥിക്കാനും ഒക്കെ പറഞ്ഞ് അമ്മച്ചി അങ്ങനെ ഒത്തിരി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മക്കളായ ഞങ്ങളെല്ലാവരെയും അമ്മച്ചി പരിശുദ്ധ അമ്മയോട് ചേർത്ത് നിർത്തി ഒരു അമ്മക്കൂട്ടിലാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. കല്യാണം കഴിഞ്ഞ് എനിക്ക് 2 മക്കളായി. അങ്ങനെ അവരുടെ ചെറുപ്പകാലത്ത് എൻ്റെ ഹസ്ബൻഡിന് വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അതൊരു ചെറിയൊരു ആക്സിഡൻ്റ് ആയിരുന്നില്ല. അത് ആ ജീവൻ പോയി മരിച്ചു എന്നൊക്കെയുള്ള, അതുപോലെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നെന്ന് പറയാം. അങ്ങനെയൊരു അവസ്ഥയിൽ ഈ പരിശുദ്ധ അമ്മ എന്നെ ശരിക്കും ഈശോയുടെ അടുത്തേക്ക് അങ്ങ് എത്തിക്കുമായിരുന്നു. ഈശോയുടെ കയ്യിൽ കൊണ്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. അതുവരെ ഞാനിങ്ങനെ ആരാധന ചാപ്പലിൽ പോവുകയോ പ്രാർത്ഥിക്കുകയോ ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്തിരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഈശോയുടെ ഒക്കെ മുന്നിൽ പോയിരുന്ന് നിലവിളിച്ച് കരഞ്ഞ് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ച് അമ്മ ശരിക്കും എന്നെ ഈശോയുടെ കയ്യിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുമായിരുന്നു. അതോടുകൂടി ഈശോ എൻ്റെ ചങ്കായി മാറി. പിന്നെ ഈശോയെ വിട്ടു പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി ഞാനങ്ങ് വന്നു. ശരിക്കും പറഞ്ഞാൽ ചേച്ചി അമ്മ വഴിയാണ് ഈശോയിലേക്ക് ചേർന്നത്. ഞാനാണെങ്കിൽ വിശുദ്ധരുടെ ഒരു കൂട്ടായ്മ അതറിഞ്ഞാണ് ഞാൻ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു വല്യപ്പച്ചന് വരുമായിരുന്നു. ഞങ്ങളുടെ സ്വന്തമല്ല, ഞങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വല്യപ്പച്ചന് വരുന്ന ദിവസം ആൾക്കാണ് ഈ 2 കയ്യിൽ 6 വിരലാണ്. അതുകൊണ്ട് 6 വിരൽ വല്യപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ.
ഈ വല്യപ്പച്ചൻ വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് വിശുദ്ധരുടെ കാര്യങ്ങൾ, വിശുദ്ധരെക്കുറിച്ചുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം ഈശോയോട് എത്രമാത്രം ഈ വിശുദ്ധർ ചേർന്ന് നിൽക്കാനായിട്ട് ചെയ്ത ത്യാഗങ്ങൾ ഇതെല്ലാം കേട്ടുണ്ടല്ലോ എനിക്ക് ഈശോയെ ഇത്ര സ്നേഹിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ അവരെടുത്ത ത്യാഗങ്ങൾ കണ്ടിട്ടാണ് ഈശോ എനിക്കും അതുപോലെ സ്നേഹിക്കണം, ഈശോയോട് ചേർന്ന് നിൽക്കണം, അങ്ങനെ ഒരു കൊതി ആ വ്യക്തിയാണ് എന്നിലേക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഇട്ട് തന്നത് കേട്ടോ. ഞാനിതെൻ്റെ പിള്ളേർക്കും എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ഞാൻ സൂക്ഷിക്കാറുണ്ട്, ഈശോയിലേക്ക് അത് എത്തിക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് മക്കളോട് പറയുമ്പോൾ പോലും. ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഈ കുവൈറ്റിൽ നേഴ്സസ് മിനിസ്ട്രി തുടങ്ങിയ കാലം തൊട്ട് തന്നെ ചേച്ചി നേഴ്സസ് മിനിസ്ട്രിയിൽ ഒരു അംഗമായിട്ടിരിക്കുന്നതാണോ? ശരിക്കും പറഞ്ഞാൽ ഇഷ, ഞാൻ ഈ നേഴ്സസ് മിനിസ്ട്രി കുവൈറ്റിൽ ഫോം ചെയ്യുന്ന അന്ന് തന്നെ എന്ന് പറഞ്ഞ പോലെ എന്നെ ഇവർ ജോയിൻ ചെയ്യിച്ചു. ആദ്യത്തെ പ്രെയർ എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ഈ നേഴ്സസ് മിനിസ്ട്രിയിൽ ചേർന്ന് നിന്ന് പോയില്ല. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ കുർബാന കാണുകയും കൊന്ത ചൊല്ലുകയും ഒക്കെ ചെയ്യും. എങ്കിലും എനിക്ക് ഇവരുടെ അടുത്ത് ഇവരുടെ കൂട്ടായ്മകളിലൊന്ന് പോകുകയോ ഒരു ആക്റ്റീവ് ആകുകയോ ഒന്നും ഞാൻ ചെയ്തില്ല. എനിക്ക് അതിനുള്ള സമയക്കുറവ് കൊണ്ടാണോ എന്താണോ എനിക്ക് അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നില്ല ഞാൻ. അപ്പോൾ അവരെന്നെ ചേർക്കും, കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ എക്സിറ്റായി പോകും, പിന്നെ ഇവരെന്നെ ചേർക്കും, ഞാൻ എക്സിറ്റായി പോകും. ഇങ്ങനെ വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ എക്സിറ്റായി പോയി അവസാനം ഞാൻ പറയുന്നത് എനിക്കിതിനകത്ത് തീരെ നിൽക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞാൽ ഞാൻ പോകുന്നൊരു സമയമുണ്ട്. എന്നാലും ഈ നേഴ്സസ്മാർ എൻ്റെ പുറകെ തന്നെ എനിക്കെപ്പോഴും മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന സ്ഥലത്ത് കൂട്ടായ്മയുണ്ട്, ഇന്ന സ്ഥലത്ത് ധ്യാനമുണ്ട്, വരണം. അങ്ങനെ അതിനൊക്കെ ഞാൻ ധ്യാനങ്ങളിലൊക്കെ ഞാൻ പോവുകയും ചെയ്യും, പക്ഷേ കൂട്ടായ്മകളിൽ പോയില്ല. അങ്ങനെ ഇരിക്കെ ഒരു പ്രാവശ്യം എനിക്ക് 2022 അങ്ങനെ ഏതൊരു ധ്യാനം നടക്കുന്ന സമയത്ത് എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് വരുവാണ്, ധ്യാനമുണ്ട്, വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ. ഞാൻ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല, ഞാൻ നേഴ്സസ് മിനിസ്ട്രി ചേർന്നില്ല. ഇതാണ് എൻ്റെ കരച്ചിലിന് കാരണം. അപ്പോൾ ഞാനവർക്ക് എത്ര എളിമയുള്ള സിസ്റ്റേഴ്സാണ് ഇവർ. നമ്മൾ വേണ്ട, താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവരെന്നെ മെസ്സേജ് അയച്ചെന്നെ വിളിക്കുന്നു, വീണ്ടും കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേഴ്സസ് മിനിസ്ട്രി എക്സിറ്റായി പോയിട്ട് പോലും അവരെന്നെ സ്നേഹത്തോടെ പിന്നെയും വിളിക്കുന്നു. എൻ്റെ ഒരു അഹങ്കാരമോ ഞാനോട്ട് ചേരുന്നില്ല. അപ്പോൾ എൻ്റെ അഹങ്കാരവും അവരുടെ എളിമയും ഇതെല്ലാം ഓർത്ത് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് തീരുമാനം എടുക്കണം, എന്തായാലും ഞാൻ നേഴ്സസ് മിനിസ്ട്രി ചേരും. അങ്ങനെ ഞാൻ ചെന്ന് ഈ ധ്യാനം തീരുന്ന ദിവസം ഞാൻ തന്നെ നേരിട്ടങ്ങ് ചെന്ന് പറയുകയാണ്, എനിക്ക് നേഴ്സസ് മിനിസ്ട്രി ചേരണം, എന്നെ ചേർക്കുമോ, എൻ്റെ 2 കൂട്ടുകാരെയും കൂടെ ചേർക്ക്. അങ്ങനെയാണ് ഞാൻ നേഴ്സസ് മിനിസ്ട്രി ചേരുന്നത്. ഞാൻ തന്നെ കരഞ്ഞ് അങ്ങനെ ചെല്ലുക. ഈശോയുടെ ഒരു സ്നേഹത്തെയൊക്കെ ഓർത്തും എൻ്റെ അഹങ്കാരത്തെ ഓർത്തും അവരുടെ എളിമ ഓർത്തും ഇതിൻ്റെ വല്ലാത്തൊരു വികാരത്തിൽ അങ്ങ് ചെന്നത്. അത് കഴിഞ്ഞ് പറയും എനിക്ക് പെട്ടെന്ന് തന്നെ എന്നോട് പിറ്റേ ദിവസം ഒരു കൂട്ടായ്മയുണ്ട്, വരണം എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, നേഴ്സസ് മിനിസ്ട്രിയുടെ കൂടെ ചേർന്ന് നിൽക്കണം, അവരുടെ കൂട്ടായ്മയിലൊക്കെ പങ്കെടുക്കണം, നമുക്ക് പോകണം, ഇങ്ങനെ പോയാൽ പോരാ, നമുക്ക് ബൈബിളൊക്കെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് പോകണം എന്നൊക്കെ പറഞ്ഞ് ബൈബിള് ജീവിതത്തിൽ ആദ്യമായിട്ട് കൈപ്പിടിച്ച് ഞാൻ പോകുന്നൊരു കൂട്ടായ്മ ഇതായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒത്തിരി താല്പര്യമായി. കാരണം ഒരുപാട് നേഴ്സുമാർ വളരെ ശക്തമായിട്ട് വളരെ സന്തോഷത്തോടെ സ്തുതിക്കുകയും അങ്ങനെ ഒത്തിരി പാട്ടൊക്കെ പാടി സ്തുതിക്കുന്നു. അന്നൊരു ബ്രദർ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയത്തില്ല അതാരാണെന്ന്. ആ ബ്രദറാണെങ്കിലും നന്നായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, ദൈവമാണ് വളർത്തിയത്, ഇതൊക്കെ എന്നെ അങ്ങ് സ്പർശിക്കുക. അവരുടെ ആ ഒരു ക്ലാസ്സും ആ പ്രാർത്ഥനയൊക്കെ. അപ്പോൾ ഞാനൊരു ഓർക്കുമായിരുന്നു, ദൈവമേ എത്രയോ വർഷത്തെ ഞാനിതെല്ലാം മിസ്സാക്കി കളഞ്ഞു, ഇതിലൊക്കെ ഞാനും വരണ്ടിയിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വളരെ കൊതിയോടുകൂടിയിരുന്ന് അത് കൂടിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൂടി അത് കഴിഞ്ഞിട്ട് ഈ പ്രെയറെല്ലാം കഴിഞ്ഞ സമയത്ത് എന്നെ ഒരു സിസ്റ്റർ വന്ന് വിളിക്കുവാണ്, ബ്രദർ വിളിക്കുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ അന്ന് എൻ്റർ ആയതല്ലേ ഉള്ളൂ. അപ്പോൾ എന്നെ ആയിരിക്കില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എന്നെ ആയിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. അതിന് പറഞ്ഞു, അല്ല ആ ചേച്ചിയെ തന്നെ വിളിക്കുന്നത്, വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചെന്നു. അപ്പം ആ ബ്രദർ റൂമിലിരിക്കുക, അതെന്നെ കണ്ടതേ പറഞ്ഞു, ഈശോ വന്ന് ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചില്ലല്ലോ. എൻ്റെ ബ്രദർ പറയുകയാണ്, ഞാൻ കണ്ടല്ലോ ഈശോ വന്ന് ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുന്നതെന്ന്. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര കരച്ചിൽ വന്നു. ഈശോ ഇത്രയും നാളും അകന്ന് നിന്നിട്ട് ഈശോ ഇത്രയും കാത്തിരിക്കുമായിരുന്നു എന്നെ. എന്നിട്ട് ആ ഒരു സിസ്റ്ററിനെ, അവിടെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവരെ ഇങ്ങനെ ഇതിൽ ചേർക്കണം, ഒരു നേതൃത്വ സ്ഥാനം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര വിഷമം വന്നു. ദൈവമേ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ഒന്ന് ചേർന്നപ്പോൾ തന്നെ എന്നെ ഇങ്ങനെയൊക്കെ ഈശോ വിളിച്ചല്ലോ. പിന്നെ എനിക്ക് അവിടെ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചു, വാ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞുകൊണ്ട് റോഡ് നീളെ കരഞ്ഞാണ് ഞാൻ ഹോസ്റ്റലിലെത്തുന്നത്. ഹോസ്റ്റലിലെത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഈശോയുടെ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് ഞാൻ ഈശോയോട് ചോദിക്കുകയാണ്, ഈശോയെ നീ തന്നെയാണോ എന്നെ തിരഞ്ഞെടുത്തത്? നീ തന്നെ എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ എനിക്കൊരു വചനം തരണേ. അങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ വചനം തുറക്കുമ്പോൾ എനിക്ക് 2 തിമോത്തി 2 വചനങ്ങളാണ് കിട്ടുന്നത്. അപ്പം അതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ മകനെ നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക,
അനേകം സാക്ഷികളുടെ മുന്നിൽ വെച്ച് എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടതകൾ സ്വീകരിക്കുക. സൈനിക സേവനത്തിൽ ചേർന്നിരിക്കുന്ന പടയാളി തന്നെ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. അങ്ങനെ തുടങ്ങുന്ന ആ വചനം അവസാനിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് കർത്താവ് നിനക്ക് തരും. അപ്പോൾ ഞാൻ വീണ്ടും പൊട്ടിക്കരഞ്ഞു, ഈശോയെ നീ എന്നെ ശരിക്കും എന്നെ ഇങ്ങനെ വിളിച്ച് ഇതിൽ ഇത്ര നാളുകൊണ്ട് ഈശോയെ നീ കാത്തിരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചേച്ചി, ഞാൻ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് ഞാൻ കടന്നു വരുന്നത് ഈ നഴ്സസ് ടൈം എന്നുള്ള ആ ഒരു പ്രോഗ്രാം ശാലം ടി വിയിൽ കണ്ടിട്ടാണ്. അതിൽ പറയുന്ന കുറേ സാക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് 2 സാക്ഷ്യം എന്നെ ഒത്തിരി സ്പർശിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നാളോട്ട് തന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇതെന്താണ്, ഈ കൂട്ടായ്മ എന്താണ്, ഇതിലേക്ക് എങ്ങനെയാണ് കയറുന്നത്. എൻ്റെ നാത്തൂൻ ചേച്ചിയോടൊക്കെ ഞാൻ ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു, അപ്പോഴൊന്നും കൂടാൻ പറ്റിയില്ല. 2022 ചേച്ചി ചേർന്ന അതേ വർഷം തന്നെയാണ് എനിക്കും ഇതിലേക്ക് വരാൻ പറ്റിയത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവരുടെ കൂട്ടായ്മ, ഇവരുടെ പ്രാർത്ഥന, എനിക്ക് സ്പെഷ്യലായിട്ട് പറയണമെങ്കിൽ ഇവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു എന്നെ ശരിക്കും സ്പർശിച്ചത്. കാരണം ഇവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ രീതി, പിന്നെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മധ്യസ്ഥ പ്രാർത്ഥന ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് എനിക്കും ഇതിലേക്ക് ഒരു അടുപ്പം. ഈശോയാണെങ്കിൽ അതിന് തക്ക വിധം എനിക്ക് ഡ്യൂട്ടി എല്ലാം അറേഞ്ച് ചെയ്ത് എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ആ നാളുകളെല്ലാം എനിക്ക് എളുപ്പത്തിൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് എനിക്ക് സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നഴ്സസ് മിനിസ്ട്രിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജോലിയുടെ മേഖലകളിൽ പോലും ഒത്തിരി മാറ്റങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നു, പെട്ടെന്ന് തീർക്കുന്നു, സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ളവർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നു, നമ്മളിങ്ങ് പോരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്ന് കിട്ടുന്ന പേഷ്യനെ ഒന്ന് സ്നേഹിക്കണം, അവരിലൊന്ന് ഈശോയെ കാണണം, അവർക്കൊരു സ്നേഹം അങ്ങനത്തെ ഒരു ചിന്തകളെല്ലാം വന്നു തുടങ്ങുന്നത് ഈ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് ഞാൻ വന്നതിന് ശേഷമാണ്. ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് മനസ്സിൻ്റെ സ്പർശമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ എപ്പോഴും നമ്മൾ മരണങ്ങളെ കാണേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മരിച്ചു പോകുന്ന ഈ മനുഷ്യരുടെ ആത്മാക്കളെ ഈശോയ്ക്ക് സമർപ്പിക്കണമെന്നും, ഇവർ പെട്ടെന്നാണ് മരണപ്പെട്ടു പോകുന്നത്, അവർ ഒരുങ്ങാതാണല്ലോ മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ അപ്പം തൊട്ട് തന്നെ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് ചെയ്യുകയും ചെയ്തു തുടങ്ങി. ഞാൻ ഇവരെ ഈ ആത്മാക്കളെ ഞാൻ അന്ന് സമർപ്പിക്കുന്ന കുർബാനയിൽ ഞാൻ എപ്പോഴും അവരെ ഏറ്റുപറഞ്ഞ് അവരെ ആ ആത്മാവിനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ദിവസങ്ങളിലെ കുർബാനകളിലൊക്കെ സമർപ്പിക്കുമായിരുന്നു ഈ ആത്മാക്കളെ. അത് വലിയൊരു നല്ല കാര്യമാണ്. ശരിക്കും നമ്മളാരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. എത്രയോ പ്രാവശ്യം അങ്ങനെ എത്രയോ പേരാണ് നമ്മുടെ കൈകളിൽ കൂടെ കടന്നു പോകുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഈ നേഴ്സിങ്ങിന് ചേർന്നത്, എനിക്ക് നേഴ്സിംഗ് പ്രൊഫഷനോട് വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് എൻ്റെ കുടുംബത്തിന് പ്രാരാബ്ദമൊക്കെയാണ്, അതൊക്കെ ഒന്ന് മാറ്റണം, എനിക്ക് സാമ്പത്തികമായിട്ട് ഉയരണം, ആ ഒരു കൺസെപ്റ്റോടുകൂടി മാത്രമായിരുന്നു ഞാൻ നേഴ്സിങ്ങിന് ചേർന്നത്. പക്ഷേ അത് നമ്മൾ ഡ്യൂട്ടി ചെയ്യും, നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിങ്ങ് പോരും. പക്ഷേ ഞാനങ്ങനെ പേഷ്യൻസിനെ ഒരുപാട് അങ്ങനെ സ്നേഹിക്കണം, അതിൽ ഓരോ പേഷ്യൻസിനും ഈശോയെ കാണണം, അതൊന്നും ഞാൻ ബോധറും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് പക്ഷേ നേഴ്സസ് മിനിസ്ട്രി വന്നതിന് ശേഷം എനിക്ക് പിന്നെ വലിയ മാറ്റം വന്നു. അപ്പോൾ ഇവർ ഈ കൂടെ പറയുന്നത് കൊണ്ട്, അപ്പോൾ ഇത് വലിയൊരു അവസരമാണല്ലോ നമുക്ക് ശുശ്രൂഷ ചെയ്യാമെന്നുള്ളത് ശരിക്കും എനിക്ക് തോന്നിയത് ഈ നേഴ്സസ് മിനിസ്ട്രി വന്നിട്ട്. പിന്നെ എനിക്ക് പേഷ്യൻസിനോടൊക്കെ ഒരു സ്നേഹവും, അവരൊക്കെ ഇച്ചിരി നമ്മളോട് ദേഷ്യപ്പെട്ട് പറഞ്ഞാലൊന്നും എനിക്ക് പറയാനൊന്നും ഇല്ല. ഞാൻ എൻ്റെ ദേഷ്യം കുറച്ചു, എനിക്ക് കുറേ ക്ഷമ കൂടി, അവരിലൊക്കെ ഈശോയെ കാണണം, അങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു ആഗ്രഹമൊക്കെ ആയിരുന്നു മനസ്സിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു സമയത്ത് ഒരു വലിയൊരു ഇൻസിഡൻറ്റ് ഒരു സമയത്തുണ്ടായി കേട്ടോ. ഒരു ആംബുലൻസിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുവാണേ. അപ്പോൾ പേഷ്യൻ്റ് വരുന്നതോടെ അകമ്പടിയായിട്ട് കുറേ ഈച്ചകളാണ് വരുന്നത്. ഭയങ്കര ഈച്ചയിൽ പൊതിഞ്ഞു ഭയങ്കര ദുർഗന്ധമായിട്ട് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ആളുണ്ടോയെന്നറിയില്ല, അങ്ങനെ പൊതിഞ്ഞ് കെട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുക. അപ്പം ആംബുലൻസുകാർ പറയുന്നുണ്ട് ഇതിനകത്തൊരു ജീവനുണ്ടെന്നറിയാം, ഇതാണോ പെണ്ണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവരിക. അപ്പോൾ അവിടെ ഭയങ്കര ദുർഗന്ധം, കാരണം നമുക്കത് അതിലടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഈച്ചകളാണെങ്കിൽ അതിലപ്പുറം ഈച്ചകളും. അപ്പം നമുക്കറിയാലോ കാഷ്വാലിറ്റി ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ബെഡുകളല്ലേ. അപ്പോൾ ഈ രോഗി ഒരു തരത്തിൽ നമുക്ക് അവിടെ കിടത്താൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞൊരു സ്വകാര്യ ഒരു മുറി കാണുമല്ലോ പേഷ്യൻസിനെ വെക്കാൻ വേണ്ടി. വേഗം നമ്മൾ ഈ പേഷ്യൻറ്റിനെ അങ്ങോട്ട് മാറ്റി. അത് കഴിഞ്ഞപ്പം എൻ്റെ ഡ്യൂട്ടി അല്ല ആ രോഗി, ആ മുറിയിൽ അസൈൻ ചെയ്തിരിക്കുന്ന വേറെ സ്റ്റാഫുണ്ട് അതിനെ നോക്കാനായിട്ട്. അപ്പം അവർക്ക് തന്നെയാണ് ഇത് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആര് പോകും എന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഈശോയാണ് നീ സ്ഥാനത്തേക്ക് ഞാൻ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം എനിക്ക്. പിന്നെ വേറെ ഒന്നും കൂടെ ആയിരുന്നു, ഈശോയാണ് ഇപ്പോൾ ഈ രോഗിയെ കാണുന്നെങ്കിൽ ഈശോ എന്ത് ചെയ്യും. ഇങ്ങനെ 2 കാര്യം കൂടെ എൻ്റെ മനസ്സിൽ തോന്നിയപ്പം
ഞാൻ ആ സിസ്റ്ററിനോട് എന്ന് പറഞ്ഞു, സിസ്റ്റർ ഞാൻ സിസ്റ്ററിനെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി. അപ്പോൾ ഒരു മുറിക്കകത്തല്ലേ, അപ്പോൾ ഇതിങ്ങനെ കിടക്കും, നമുക്ക് തല കറങ്ങി അങ്ങ് കയറുമ്പോഴത്തേക്കും തല കറങ്ങുന്നു, ആകെ അസ്വസ്ഥത. പക്ഷേ ഞങ്ങൾ വേഗം രണ്ടുപേരും കൂടി ആ മുറിയിൽ ഞങ്ങൾ സ്തുതിച്ചു, നന്നായിട്ട് സ്തുതിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ തുണിയും ഇങ്ങനെ എടുത്തു മാറ്റുവാണ്. ഒരു 3-4 തുണികളൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴാണ് അത് ഞങ്ങൾക്കൊരു സ്ത്രീ രൂപമാണെന്ന് മനസ്സിലായത്. അത് ആരാ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവർ ദയനീയമായിട്ട് നമ്മളെ ഇങ്ങനെ നോക്കുക. അപ്പോൾ നമുക്ക് അവരോട് ഞങ്ങളുടെ മുഖത്ത് ഒരു ഭാവത്തിൽ നല്ല സ്നേഹത്തോടു കൂടി അവരോട് സംസാരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ അവരെ ഇങ്ങനെ ഇങ്ങനെ വളരെ സ്നേഹത്തോടുകൂടി ചെയ്യുക കേട്ടോ. ഞങ്ങൾ ഓരോ ഭാഗത്ത് പിടിക്കുമ്പോഴും നമ്മുടെ കയ്യിലോട്ട് പറഞ്ഞു കിട്ടുന്നത് മാംസമാണ്. അപ്പോൾ പുറഭാഗം എന്നൊക്കെ പറയുന്നത് അവിടെ ഒന്നുമില്ല. അവസാനം ഞങ്ങൾ നോക്കുമ്പോൾ ഒരു കൈ കാണുന്നില്ല. ഞങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ കിടക്കുന്നതിൻ്റെ അടിയിലായിപ്പോയി ഒരു കൈ. പിന്നെ കാലെല്ലാം കൂടെ അങ്ങ് സ്റ്റിഫായിട്ട് അതങ്ങനെ മുടിയൊക്കെ കൂടെ ഇങ്ങനെ വടി പോലെ മുടി നിൽക്കുക. കാരണം അതൊക്കെ കിടന്ന് കട്ട പിടിച്ചതങ്ങനെ. പിന്നെ മലമൂത്ര വിസർജനം ചെയ്ത് അതെല്ലാം കൂടെ കട്ട പിടിച്ച് അതൊക്കെ നമുക്ക് എന്താണെന്നറിയില്ല, ആ ഒരു പരുവത്തിലിരിക്കുക. അപ്പോൾ ഓരോ ഭാഗവും നമുക്ക് ഒരു ഗുഹ പോലെ തോന്നി. ഇങ്ങനെ നമുക്ക് കൈയിട്ട് അങ്ങ് കയറിപ്പോകുന്ന ഭാഗത്തിൽ മാംസം കടന്നു പോരുക. അപ്പോൾ ഡോക്ടേഴ്സിനൊന്നും കയറി വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ഭയങ്കര ദുർഗന്ധം കാരണം കാഷ്വാലിറ്റി മൊത്തം ഇവരെ മാറ്റിക്കൊണ്ട് കിടത്തിയിട്ട് പോലും ദുർഗന്ധമാണ്. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഈശോയെ കണ്ടുകൊണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചെയ്യുന്നത്. കാരണം ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അതിൽ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് മണിക്കൂറുകളെടുത്ത് ഞങ്ങൾ ഈ ഒരു രോഗിയെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് എടുക്കാനായിട്ട് ഒത്തിരി സമയമിട്ടു. പക്ഷെ ഞങ്ങൾ ആ സമയത്തൊക്കെ ഞങ്ങൾക്കറിയാവുന്ന അറബിയിലൊക്കെ അവരോട് പറഞ്ഞ് സമാധാനിപ്പിച്ച് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് യാതൊരുവിധ വിഷമങ്ങളും മനസ്സിൽ തോന്നിയില്ല. അവരെ അങ്ങനെ മണിക്കൂറിലെടുത്ത് ഞങ്ങൾ അവരെ അങ്ങോട്ട് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഡോക്ടറെ വിളിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് അകത്ത് കയറാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിൽ ഞാൻ ശരിക്കും ഈശോയെ കാണുമായിരുന്നു. എൻ്റെ ഈശോയെ ഈ എളിയവരിൽ ഒരുവർ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നും. ഈശോയ്ക്ക് വേണ്ടി ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി ആദ്യമായിട്ട് ഇത്ര സ്നേഹത്തോടെ. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു രോഗിയുടെ അടുത്തെടുക്കുക എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മൾ പിന്നോട്ട് മാറും, നമ്മൾ ആരെങ്കിലും ചെയ്തോട്ടെ എന്നാണ്. അതെ ഈശോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈശോയെ കണ്ടുകൊണ്ട് ശരിക്കും ആ സ്ത്രീയുടെ മുഖമൊക്കെ നമുക്ക് അവർ നമ്മളോട് കണ്ണുകളോടെ നന്ദി പറയുന്നൊരു ഫീല് നമുക്കുണ്ടായിരുന്നു. അതെനിക്കൊരു വലിയൊരു എൻ്റെ ഈ പ്രൊഫഷനിൽ എനിക്ക് കിട്ടിയ വലിയൊരു സന്തോഷം നിറഞ്ഞതും ഏറെ ആനന്ദകരമായ ഒരു കാര്യമായിരുന്നത്. ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഈശോ എന്നെ ഒത്തിരി സ്നേഹിച്ച് എൻ്റെ കുടുംബജീവിതത്തിൽ എന്നെ നയിച്ച കുറേ അനുഭവങ്ങളിലൂടെ ഞാൻ പോയിട്ടുണ്ട് ചേച്ചി. ഈശോയുടെ സാന്നിധ്യം അഥവാ അന്നൊക്കെ എന്നെ കൈപ്പിടിച്ച് താങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഒത്തിരി ഒറ്റപ്പെട്ടു പോകുമായിരുന്നു, പോയി കാണുമായിരിക്കും ഈ സമയം കൊണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയൊക്കെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറെ പ്രാർത്ഥിക്കുന്നു, കുർബാനകൾ സമർപ്പിക്കുന്നു. ഒരു സമയം എത്തിയപ്പം ഏറെ ധ്യാനങ്ങൾക്ക് പോകുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഫുള്ള് ഞാൻ 500 വിശ്വാസ പ്രമാണം എത്തിച്ചിട്ടുണ്ട്. ഞാൻ അത്രമാത്രം നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതിനൊന്നും ഒരു മാറ്റം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ പരിശുദ്ധ മാതാവിൻ്റെ മുന്നിൽ പോയിട്ടിരുന്ന് ഞാൻ ഒത്തിരി വിഷമത്തോടെ, ഏറെ വിഷമത്തോടെ ഞാൻ ഈശോയുടെ മുന്നിൽ, പരിശുദ്ധ അമ്മയുടെ മുന്നിൽ പോയിട്ടാണ് ഞാൻ മുട്ടുകുത്തുന്നത്. എന്നിട്ട് പറയാം, അമ്മേ എനിക്ക് വെച്ചാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. അതുകൊണ്ട് ഞാനിനി അമ്മ എനിക്ക് പറഞ്ഞു തായോ, ഇനി എവിടെയാണ് പ്രശ്നം, എൻ്റെ കുറ്റങ്ങളും എൻ്റെ കുറവുകളാണെങ്കിൽ അമ്മ എനിക്ക് പറഞ്ഞു തരണം, എന്നെ അതിനൊന്ന് നയിക്കണം, എന്നെ പഠിപ്പിക്കണം എന്ന് ഞാൻ പറയണേ, എന്നെ പഠിപ്പിച്ച് തരണേ അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഒക്ടോബർ മാസം കൊന്തമാസത്തിൽ ആദ്യത്തെ ദിവസം പോയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതിന് ശേഷം പിന്നെ ഒരു ദിവസം എന്നെ ഏറെ നന്നായി വ്യക്തിപരമായി അറിയുന്ന ഒരു ചേച്ചി, അപ്പോൾ ഈ പുള്ളിക്കാരത്തെയാണ് എൻ്റെ പ്രശ്നങ്ങൾ അറിയാം, എൻ്റെ കുടുംബജീവിതം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം എല്ലാം അറിയുന്ന ഒരു വ്യക്തി എന്നോട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഈശ്വരൻ നിനക്ക് ശരിക്കും പറഞ്ഞാൽ ആരോടെങ്കിലും നിനക്ക് വിഷമമുണ്ടോ അല്ലെങ്കിൽ ദേഷ്യം മനസ്സിൽ നീ വെച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിക്കും. അപ്പോൾ ചേച്ചി എനിക്ക് ആരോടും അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിയുന്ന അന്നത്തെ ദിവസം ഞാൻ മനസ്സിലാക്കി ശരിക്കും പറഞ്ഞാൽ ഞാനും അവരോടൊന്ന് ക്ഷമിച്ചിട്ടില്ല എന്ന്. കാരണം ഈ ക്ഷമിച്ചെന്ന് പറയുന്ന വ്യക്തികളോട് ഞാൻ വിളിക്കാറുമില്ല, അവരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഈശോയോട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈശോയുടെ മുന്നിൽ ഞാൻ മുട്ടുകുത്തി ഞാൻ ഈശോയോട് ഞാൻ സഹായം ചോദിക്കുക, ഈശോയെ എനിക്ക് ഇവരൊക്കെ ഒന്ന് ക്ഷമിക്കണം, എന്നെ നീ ഒന്ന് സഹായിക്കണേ ഈശോയെ എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയത്തില്ല, അത് ഈശോ എനിക്ക് വലിയൊരു കാരുണ്യമായിട്ട് എനിക്ക് ചെയ്തു തന്നതാണ്. അതെ, ഇവരെ ഞാൻ ഫോൺ വിളിക്കുകയാണ്, ജസ്റ്റ് ഇവരെ പോയി ഞാൻ ഫോൺ വിളിക്കുന്നു, ഇവരോട് സംസാരിക്കുന്നു.
അത് കഴിഞ്ഞിട്ട് അത് വിട്ടു ഞാൻ. അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാൻ കാണുന്നത് മാസങ്ങളെല്ലാം കഴിയുന്തോറും പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇല്ലാതെ അതൊന്നും പിന്നെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പ്രശ്നങ്ങളുടെ സമയത്തൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഒരു കെട്ട് ടിഷ്യൂ എടുത്തിട്ട് പോകുന്നു, കരയുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. കുർബാന അതുപോലെ കരഞ്ഞ് സമർപ്പിക്കുന്നു. പിന്നീട് ഞാൻ ടിഷ്യൂ എടുത്ത് പോകുന്നുണ്ട്, ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈശോൻ ഇത്ര സ്നേഹിക്കുന്നുണ്ടായിരുന്നു, ഇത്രയ്ക്കൊക്കെ ഉള്ളായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ. എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റിനെ ഞാൻ ശരിയാക്കുമ്പോൾ ശരിയാവുന്നതായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി തുടങ്ങിയത്. ഇപ്പം എൻ്റെ കുടുംബജീവിതം ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഒരു സ്വർഗ്ഗതുല്യമാണ്. അതെ, എനിക്കാണെങ്കിൽ ഈശോയോട് എനിക്ക് ഭയങ്കര കൂട്ടുള്ള സമയം എനിക്ക് നേഴ്സസ് മിനിസ്ട്രി വന്നതിന് ശേഷമാണ് കേട്ടോ കൂടുതൽ. ഞാൻ ഈശോയുടെ കൂട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ആരാധന ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ വിരളമായിരുന്നേ. പിന്നെ ഈ നേഴ്സസ് മിനിസ്ട്രി വന്നതിന് ശേഷമൊക്കെ ഞാൻ പോകുമായിരുന്നു, പക്ഷെ സമയം കൂട്ടി. അപ്പോൾ ഞാനവിടെ എന്നും ഈശോയുടെ അടുത്ത് പോയിരുന്ന് കരയാനും പറയാനും എനിക്ക് നേരമുള്ളൂ. എൻ്റെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങളെല്ലാം ഞാൻ ഈശോയുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞിങ്ങനെ പറയും. അപ്പോൾ ഒരു ദിവസം ഈശോ എന്നോട് ചോദിക്കുന്ന പോലെ തോന്നുവാണ്, നീ ഈ സങ്കടങ്ങൾ പറയാനായിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്നെ ആരാധിക്കാൻ വന്നിട്ട് നീ എന്നെ ആരാധിച്ചു ഇത്രയും സമയമായിട്ട്, സമയം എത്രയും 1 മണിക്കൂർ കഴിഞ്ഞു പോയിട്ട് എന്നെ നീ ആരാധിക്കുന്നില്ല, നിൻ്റെ സങ്കടം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിൻ്റെ സങ്കടമൊക്കെ എനിക്കറിയാവുന്നതല്ലേ ഉള്ളൂ, അങ്ങനെ പറയുക. അപ്പം നീ എന്നെ ആരാധിക്കുക. അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്നാൽ പിന്നെ ആരാധിച്ചേക്കാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് അറിയാവുന്നവരെല്ലാം ആരാധിക്കും കേട്ടോ. അപ്പോൾ ആരാധിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരുന്നപ്പം ഈശോ എന്നോട് ഏതൊക്കെ മേഖലയിലാണോ ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്നത് ആ മേഖലയിലൊക്കെ ഈശോ ഒരു ആശ്വാസം തരുക. അത് കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം ഞാൻ പോയപ്പോഴും വീണ്ടും ഞാൻ എൻ്റെ പരാതികളൊന്നും പറഞ്ഞില്ല. അത് വീണ്ടും ഞാനിതെല്ലാം ഇങ്ങനെ പറയുന്നു, ഈശോ എന്നോട് എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഇത് എൻ്റെ തന്നെ ക്രിയേഷനാണോ ഈ ആശ്വസിപ്പിക്കലൊക്കെ? ഈശോ തന്നെ പറയുന്നതാണോ? എന്തായാലും എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ആരാധിക്കുന്നു, ഈശോ ഒത്തിരി കാര്യങ്ങൾ പറയുന്നു, ഞാൻ സന്തോഷവതിയാണ്. അപ്പോൾ ഞാനിതിന് മണിക്കൂറുകളൊക്കെ കൂട്ടാൻ തുടങ്ങി ആരാധന എടുത്ത് പോയിരുന്നത്. അപ്പോൾ ആരാധിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ, ഈശോ ബാക്കി കാര്യങ്ങൾ പഠിപ്പിച്ചോളൂ, അങ്ങനെയൊക്കെ അപ്പോൾ അതെനിക്കൊരു ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാനൊരു ദിവസം ഒരു പരിശുദ്ധ കുർബാന കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കുർബാന കഴിക്കാനുള്ള സമയമായപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് ഭയങ്കര ഭാരപ്പെടാൻ തുടങ്ങി. കാരണം ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏറെ ഒരുങ്ങി ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ 2 ദിവസം മുന്നെയാണ് ഞാൻ കുമ്പസാരിച്ചതിന് ശേഷം ഞാനൊരു പാപം ചെയ്തു. എന്നിട്ട് ഞാൻ ഈശോയുടെ മുന്നേ വന്നിരുന്ന് തലകുത്തി മറിഞ്ഞ് കരയും, ഈശോയെ എനിക്ക് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് മാപ്പ് ചോദിച്ചു. എന്നിട്ട് ഞാനോട് ഞാൻ അടുത്ത കുമ്പസാരത്തിൽ അത് ഈശോയോട് പറയാം, അല്ല വൈദികനോട് പറഞ്ഞ് മാപ്പ് ചോദിച്ച് അതിൻ്റെ ശേഷം നമുക്ക് കുർബാന കൈക്കൊള്ളാം. ആ ഒരു തീരുമാനത്തിലാണ് അന്ന് എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞത്. പക്ഷേ കുർബാന കൈക്കൊള്ളാൻ സമയമായപ്പോഴത്തേക്കും എനിക്ക് കുർബാന കൈക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ വിഷമം ഭയങ്കരമായിട്ട് ഇങ്ങ് വരിക. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ ഇന്ന് ഞാൻ കുർബാന കൈക്കൊള്ളുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഓർക്കുക, ദൈവമേ എത്ര ദിവസം കഴിയണമെന്ന് കുർബാന കൈക്കൊള്ളണമെങ്കിൽ എന്നൊരു ഭാരമുണ്ട്. അപ്പോൾ ഈശോ പറയാം, നീ ഇന്നലെ എന്നോട് എത്രമാത്രം കരഞ്ഞു പറഞ്ഞ് നീ മാപ്പ് ചോദിച്ചതാണ്, എന്നിട്ട് നീ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് വിഷമിക്കുന്നത്? നീ അടുത്ത കുമ്പസാരത്തിൽ അതേക്കുറിച്ച് പറഞ്ഞാൽ മതി, ഇപ്പം വന്ന് നീ കുർബാന കൈക്കൊള്ളുക. അപ്പോൾ ഞാൻ പറയില്ല ഈശോ, ഇല്ലല്ലേ ഞാൻ പോകത്തേയില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടും ഭയങ്കര വടംവലിയാണ്. പോകാൻ പറഞ്ഞ് ഈശോയും പോകില്ലെന്ന് പറഞ്ഞ് ഞാനും. ഞാൻ ഓർക്കും, ഞാൻ തന്നെ പറയുന്നത്, ഈശോ ഒന്നും പറയുന്നില്ല, ഈശോ ഇങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പറയും. അവസാനം കുർബാന കൈക്കൊള്ളുന്ന സമയമായപ്പം ആരോ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും പോയി ആ ലൈനിൽ പോയി നിന്നു. എന്നിട്ട് ഞാനിവിടെ നിൽക്കുവാണല്ലോ, എൻ്റെ ഈശോയെ നീ തന്നെയാണ് എന്നോട് ഇതൊക്കെ പറയുന്നത്, അങ്ങനെ നീയാ പറഞ്ഞു എനിക്ക് 2 അപ്പം തരണം എന്ന് ഞാനങ്ങ് പറയുക. എന്നിട്ട് ഞാൻ അങ്ങനെ വൈദ്യൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ എനിക്ക് അച്ഛൻ 2 അപ്പം തരുക, അതായത് ഒരപ്പത്തോട് ഒരപ്പം ചേർന്നിരിക്കുന്നു. അപ്പം അച്ഛൻ ഇങ്ങനെ വിരലുകൊണ്ട് അതിനെ ഇങ്ങനെ മാറ്റാൻ നോക്കുക, അത് പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു അപ്പം തന്നാൽ മതി, എനിക്ക് വേറൊരു തിരുവോസ്തി തന്നാൽ മതി. അപ്പം ഞാനിങ്ങനെ കൊതിയോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ, ഒന്നും ചിന്തിക്കുന്നില്ല. അച്ഛൻ അതങ്ങ് വായി വെച്ച് തന്നു. അപ്പം ഞാനും ഭയങ്കരമായിട്ട് ചിരിച്ചാണ് വരുന്നത്. കുർബാനയൊക്കെ ആരും അങ്ങനെ പല്ല് കാണി ചിരിച്ചു ഇന്ന് വരെ വരുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ വരുന്നത് എൻ്റെ പല്ലെല്ലാം ട്യൂബ് ലൈറ്റ് പോലെ തെളിഞ്ഞ് നിന്ന് ചിരിച്ചു വരിക, കെട്ടിപ്പോയി എന്നുള്ള മട്ടി. വന്ന് മുട്ടുകുത്തി കഴിഞ്ഞപ്പം എൻ്റെ ഭാവം മാറി. എനിക്ക് ഭയങ്കര കരച്ചിൽ. എൻ്റെ ദൈവമേ ഇത്ര ഉള്ളോ ഈശോ, ഈ ഒരു പൊട്ടിപ്പെണ്ണിങ്ങനെ എന്ന് പറഞ്ഞപ്പം നീ ഇങ്ങ് ഇറങ്ങിപ്പോകുന്നു 2ആയിട്ട് എനിക്ക് തരാനായിട്ട്. അപ്പോൾ എനിക്കങ്ങ് കരച്ചിൽ വന്നിട്ട് എനിക്ക് ഒരു രക്ഷയില്ലാതെ മട്ടി ഞാൻ അങ്ങനെ ഒത്തിരി കരഞ്ഞു കേട്ടോ. അങ്ങനെ ഈശോ എൻ്റെ കൂടെ നടക്കുന്നൊരു അനുഭവം എനിക്ക് എപ്പോഴും ഉണ്ട്. ഇനി എന്ത് കാര്യത്തിന് ഇന്നിപ്പോൾ ഈ ഇടേണ്ട ഡ്രസ്സ് പോലും ഞാൻ ഈശോയോട് ചോദിച്ചിട്ട് സെലക്ട് ചെയ്ത്. കാരണം എനിക്ക് അത്രയേറെ ഒരു കൂട്ടായി. ഞാൻ ചില സമയത്തൊരു അപ്പനായിട്ട്, ചില സമയത്തൊരു ചേട്ടനായിട്ട്, ചില സമയത്തൊരു കൂട്ടുകാരിയായിട്ട്, അങ്ങനെ പല രൂപത്തിൽ വന്ന് നമുക്കിങ്ങനെ നമ്മളോട് സംസാരിച്ച് നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ്. എനിക്കങ്ങനെ അതുപോലെ തന്നെ ഈശോ പറയാറുണ്ട്, എല്ലാവരോടും എൻ്റെ സ്നേഹത്തെപ്പറ്റി നീ പറ, ഞാൻ സ്നേഹമാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുള്ളത് അതൊക്കെ എനിക്ക്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പോയി സ്നേഹത്തെപ്പറ്റി പറയണം ഭയങ്കര ആഗ്രഹം. ഒരാളെ കിട്ടിയ ഈ സ്നേഹത്തെപ്പറ്റി പറയാൻ ഞാൻ വിടത്തില്ല. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഈശോയുടെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ട് പാടി, സ്നേഹത്തെപ്പറ്റി ഒരു പാട്ട് പാടിയില്ല ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച്. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ
സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പങ്കുവച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.